അടക്കം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അകത്തുണ്ട്, വരൂ. ഒരു ട്രക്ക് നിയന്ത്രണം വിട്ട് കാറിൽ വന്നിടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. ബോധം വീണപ്പോ ഹോസ്പിറ്റലില. പിന്നാണ് അറിഞ്ഞത് ഞാൻ മാത്രം ഡോർ തുറന്ന് തെറിച്ച്. എന്റെ മോൾ എന്റെ മടിയിലിരുന്നിട്ട് ഡെയ്സിയുടെ മടിയിലോട്ട് പോയതേ ഉള്ളൂ. എന്റെ ഡെയ്സി പോയി, മോള് പോയി. എന്തിനാ ദൈവം എന്നെ മാത്രം വിട്ട് കളഞ്ഞത്? എന്നെ ഡെയ്സിയും മോളും ഇവിടൊക്കെ ഉണ്ട്, എന്നെ വിട്ടു പോയിട്ടില്ല. തിരിച്ചു പോരും മുമ്പ് യാത്ര ചോദിച്ചപ്പോ സണ്ണിയും അമ്മയും പെങ്ങന്മാരും കൂടെ കൂട്ടടക്കം ഒരു കരച്ചിൽ കരഞ്ഞു. ഓ, സഹിക്കാൻ കഴിഞ്ഞില്ല. മോള് ചിറ്റപ്പനെ മറന്നോ? ഇപ്പൊ വണ്ടി വരും. ജീപ്പിന്റെ ഒച്ച കേട്ടാ? അത് വന്നു. ജി സാബ്. ചിറ്റപ്പനെ പോന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. നാട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടില് വിശേഷമൊന്നുമില്ല, പക്ഷേ വിശേഷമുണ്ട്. ബാംഗ്ലൂരില് ഞാൻ വെറുതെ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിരുന്നു. അവിടെ നിന്ന് നേരിട്ടിട്ടുള്ള വരവാ. എന്താ വിശേഷിച്ച്? സണ്ണിയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു. കാണാൻ കഴിഞ്ഞില്ല. മിലിറ്ററി ജയിലില്ല. എന്ത്? മിലിറ്ററി ജയിലിലോ? അതെ. ഡെയ്സിയുടെയും കുഞ്ഞിന്റെയും മരണശേഷം അമിതമായ മദ്യപാനം തുടങ്ങി. മദ്യപിച്ച് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മാറി കുത്തിവെച്ചെന്നോ അടിയുണ്ടാക്കിയെന്നൊക്കെയാ കേൾവി. ഏതായാലും കോർട്ട് മാർഷൽ ചെയ്ത് 1 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. ജോലിയും പോയി. അവനിതെന്തു പറ്റി? ഡെയ്സിയുടെയും കുഞ്ഞിന്റെയും മരണം സണ്ണിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഏതു നേരവും മദ്യപിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കരച്ചിലായിരുന്നു എന്നാ അമ്മച്ചി പറഞ്ഞത്. അവസാനം മാനസികാശുപത്രി തൊട്ട് ജയില് വരെ എത്തിയ കാര്യങ്ങൾ. നീ ഒന്ന് അവിടം വരെ പോയി. എങ്ങനെയാ ഈ അവസ്ഥയിൽ അവനെ ഞാൻ ജയിലിൽ പോയി കാണുന്നത്? സാബിനെ കാണണമെന്ന് പറഞ്ഞ ഒരാൾ ഗേറ്റിൽ വന്ന് ഭയങ്കര ബഹളം. നന്നായി മദ്യപിച്ചിട്ടുണ്ട്. ക്യാപ്റ്റനായിരുന്നു എന്നാ പറയുന്നത്. ക്യാപ്റ്റനോ? സിറ്റുവേഷൻ വയലന്റ് ആയി സാബ്. ഞാൻ വരുന്നു. സൂസന്ന, ഞാനെങ്കിൽ പോന്നു സൂസന്ന. എന്റെ എല്ലാം പോയി സൂസന്ന, എല്ലാം പോയി. ആകെ കാണാനും വരാനും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ. ഐ എം അലോൺ, ഓൾ അലോൺ. മോളെങ്കിൽ വാ. അങ്കിള്
ആനയുടെയും തയ്യക്കാരന്റെയും കഥ പറഞ്ഞു തരാം. അതായിരുന്നു എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കഥ. ചെല്ല് മോളെ, സന്യങ്ങളല്ലേ, ചെല്ല്. അവളുടെ അതേ മണം, അതേ ചൂട്. സന്നി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആകും. വരൂ, കമോൺ. സണ്ണി, ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം. ഒരു പുതിയ ജീവിതം. ഇനിയൊരു പുതിയ ജീവിതം എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? സമയം ഒരുപാടായി. കഴിക്കാൻ എടുത്തു വെച്ചെല്ലാം തണുത്തു. ഇനിയെങ്കിലും കഴിക്കാമായിരുന്നു. ആഹാരമൊക്കെ കഴിക്കാം. സൂസന്ന ഇരിക്കേ. വേണ്ട, എഴുന്നേക്കൂ, കഴിക്കാം. സൂസന്ന ഇരിക്കണം. എനിക്ക് ഈ ലോകത്ത് മനസ്സ് തുറക്കാൻ നിങ്ങൾ രണ്ടുപേരല്ല, വേറെ ആരാ ഉള്ളേ? കേട്ടോ സൂസന്ന, രാജേട്ടൻ പറയുന്നു ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന്. എന്റെ ഡെയ്സിയുടെയും മോളുടെയും സ്ഥാനത്ത് സൂസന പോയിക്കോളൂ. സണ്ണി, സണ്ണി, സ്വന്തം എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട്? എന്റെ എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട്? ഐ എം ലോസ്റ്റ്. ആരുമില്ല, ഇനി ആരുമില്ല. യെസ്, കണക്ക് മീ. എന്താ സൂസന? സണ്ണി 10 മണി കഴിഞ്ഞ് എഴുന്നേറ്റു. നേരെ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു വെള്ളം എടുത്ത് കുടിച്ചിട്ട് കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞു. കട്ടൻ കാപ്പി കൊടുത്തപ്പോ അതിലോട്ട് റം എടുത്തൊഴിച്ച് കുടിച്ചിട്ട് രാവിലെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിനെ മടിയിലെത്തി കളിപ്പിക്കല. എനിക്ക് ആകെ പേടി തോന്നുന്നു. ഇതെവിടെ പറ്റില്ല. സണ്ണി എവിടുന്ന് മാറ്റണം. ഏയ്, ഒന്നും പേടിക്കാനില്ല. അവൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഞാൻ ഉടനെ വരാം. ഓക്കെ? ഉച്ചയായപ്പോഴേക്കും ബോധം കെട്ട് കാണും. ബെഡ് കോഫിയോടൊപ്പം തുടങ്ങിയതല്ലേ. തുടരെ തുടരെ വന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. രാവിലെ മറ്റു ആഹാരമൊന്നും കഴിച്ചില്ല. He has become an alcoholic. എന്തായാലും രാജേട്ടൻ സണ്ണി ഇവിടുന്ന് മാറ്റണം. ക്ലബിലെങ്ങും താമസിക്കട്ടെ. എനിക്കിത് താങ്ങാനാവില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിതൊക്കെ വെച്ചു പൊറപ്പിക്കുമായിരുന്നു നീ കരുതുന്നുണ്ടോ? സന്നിയായി പോയില്ലേ? ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമാണോ? കടപ്പാടുകളുടെ കണക്കെടുത്താൽ നമുക്കും ഇല്ലേ ചിലതൊക്കെ? ഭാര്യയും കുഞ്ഞും മരിച്ച് ആകെ തകർന്ന അവന് നമ്മളെയും നമ്മുടെ മകളെയും കാണുന്നതായിരിക്കും ആകെയുള്ളൊരാശ്വാസം. ഏതായാലും ഞാനിന്ന് കാര്യമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. അവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. രണ്ടു ദിവസം എന്നെ സഹിച്ച സൂസന്നയോട് നന്ദി. ഇന്നലെ രാത്രി വേണ്ടാത്തത് എന്തൊക്കെയോ രാജേട്ടനോടും പറഞ്ഞു. ഐ എം റിയലി സോറി. 4-5 ദിവസം ഞാൻ കോവളത്തോ പൊന്മുടിയിലോ ഒക്കെ ഉണ്ടാവും. ഐ വോണ്ട് സം മോർ ടൈം ടു ഗെറ്റ് സെറ്റിൽഡ്. ആവശ്യമുള്ള അത്രത്തോളം സമയം എടുത്തോളൂ. പക്ഷെ എല്ലാം സെറ്റിൽഡ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങണം. അതോടെ എല്ലാം ശരിയാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ എവറിഥിങ്. റാം, സാബ്കോ ബസ് സ്റ്റാൻഡ് തक छोड़ के आना. जी सर. വരട്ടെ.
യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. കുറെ ചുറ്റിയടിച്ച് കഴിയുമ്പോ ഒക്കെ ശരിയാവും. The commander is visiting our station on 26th. Speed breakers have to be painted, brochures have to be made, and the general cleanliness of our area have to be maintained. Yes, sir. And report the progress before 20th. Yes, sir. Okay, you may go. Thank you, sir. സാറിന് അത്യാവശ്യമായി പൊന്മുടി പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സാറിന്റെ ഒരു ഫ്രണ്ട് വൺ മിസ്റ്റർ സണ്ണി പൊന്മുടിയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നാണ് മെസ്സേജ്. കൊലയാളി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയാണ് കൊല്ലപ്പെട്ടയാളും സാബും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയതെന്നാണ് അവർ പറഞ്ഞത്. സാബ് ഉടൻ തന്നെ പൊന്മുടിയിലെ എൻ പോയിന്റിൽ എത്തണമെന്നും പറഞ്ഞു. വരൂ സർ. സാർ ഒന്ന് വരണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. സാർ ഒരു ആർമി മാനായതുകൊണ്ട് എന്തും നേരിടാനും സഹിക്കാനുമുള്ള ആത്മധൈര്യം ഉണ്ടാവുമെന്നറിയാം. പറഞ്ഞോളൂ. സാറിന്റെ സുഹൃത്തിനെ കൊല ചെയ്തത് സാറിന്റെ ഭാര്യയാണ് സൂസന്ന. നോ, ഇംപോസിബിൾ. അല്ല സാർ, അവര് തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൊലക്കുറ്റം ഏൽക്കുകയായിരുന്നു. അവരിപ്പോ സ്റ്റേഷനിൽ ലോക്കപ്പിലുണ്ട്. സാർ വന്ന് കാണും. എന്തിനാ സൂസന്ന ഇത് ചെയ്തത്? കുന്നുകളയാൻ മാത്രം എന്ത് തെറ്റാ അവൻ നിന്നോട് ചെയ്തത്? പ്രതിക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ക്രൂരമായ കുറ്റത്തിന് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ബഹുമാനപ്പെട്ട കോടതി തരണമെന്ന് മാത്രമേ എനിക്ക് കോടതിയോട് അപേക്ഷിക്കാനുള്ളൂ. സണ്ണി എന്ന ചെറുപ്പക്കാരനെ വൈരാഗ്യബുദ്ധിയോടെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയെന്ന കുറ്റം പ്രതി തന്നെ കുറ്റസമ്മതം നടത്തുകയും കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയുമായാൽ IPC 302 വകുപ്പ് അനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. വിസ്താരവും വിധിയൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും എന്നോട് പറഞ്ഞൂടെ സൂസന്ന, എന്തിനാണ് ഇത് ചെയ്തത്? എന്നോട് അത് മാത്രം ചോദിക്കരുത്, ഞാൻ പറയില്ല. മോള് വളരുമ്പോൾ അമ്മയെ ചോദിച്ചാൽ ഇങ്ങനൊരമ്മ ജീവിച്ചിരിപ്പുള്ളതായി പറയരുത്. ഞാൻ പൂജിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ എന്നും രാജേട്ടനും ഉണ്ടാവും. ഇനി ഒരിക്കലും എന്നെ ഒന്ന് കാണാൻ പോലും രാജേട്ടൻ ശ്രമിക്കരുത്. രാജേട്ടൻ എന്നെ മറക്കണം, എന്നേക്കുമായി മറക്കണം.